പ്രിയ സഹോദരീ സഹോദരന്മാരെ, സോളമൻ രാജാവിൻ്റെ ഭരണത്തിൻ്റെ പ്രാരംഭഘട്ടം ദൈവം അദ്ദേഹത്തിന് ജ്ഞാനം വരദാനമായി നൽകി അനുഗ്രഹിച്ചത്, അദ്ദേഹം രാജ്യത്ത് സമാധാനവും സുസ്ഥിരതയും സ്ഥാപിച്ചത് എന്നിവയെക്കുറിച്ചാണ് നാം ഇന്ന് ചിന്തിക്കുന്നത്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം മുതൽ 4-ാം അധ്യായം 34 വരെയുള്ള ഭാഗങ്ങളിലാണ് നാം ഇത് കാണുക. ബത്ശേബയുടെയും ദാവീദ് രാജാവിൻ്റെയും മകനായിരുന്നു സോളമൻ. അവരുടെ ആദ്യ മകൻ്റെ മരണശേഷം ബത്ശേബ സോളമന് ജന്മം നൽകി. കർത്താവ് അവനെ സ്നേഹിച്ചു. നാഥാൻ പ്രവാചകൻ അവന് കർത്താവിന് പ്രിയപ്പെട്ടവൻ എന്നർത്ഥമുള്ള യെദീദിയ എന്ന പേര് നൽകിയിരുന്നു. സാമുവേൽ 2-ാം പുസ്തകം 12-ാം അധ്യായം 25-ാം വാക്യം. സോളമൻ്റെ രാജസിംഹാസന ലബ്ധി രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 40 വരെ വാക്യങ്ങൾ. ദാവീദ് രാജാവിനും ഭാര്യ ഹഗീത്തിനും ഹെബ്രോണിലെ ഭരണകാലത്ത് ജനിച്ച മകനായിരുന്നു അദോനിയ. സാമുവേൽ 2-ാം പുസ്തകം 3-ാം അധ്യായം 4-ാം വാക്യം. അബ്ശലോമിന് ശേഷം ദാവീദിൻ്റെ മൂത്ത പുത്രന്മാരിൽ ഒരാളായതിനാൽ സിംഹാസനം താനാണ് അർഹനെന്ന് അയാൾ കരുതി. അയാൾ തന്നെ രാജാവായി പ്രഖ്യാപിക്കുകയും രഥങ്ങളും കുതിരകളും യോവാബ്, അബിയാത്തർ എന്നിവരുൾപ്പെടെയുള്ള പിന്തുണക്കാരെ സംഘടിപ്പിക്കുകയും ചെയ്തു. പൊതുജന പിന്തുണ നേടുന്നതിനായി രാജകുമാരന്മാരെയും യൂദയായിലെ ഉദ്യോഗസ്ഥരെയും ക്ഷണിച്ചുകൊണ്ട് അയാൾ വലിയൊരു വിരുന്ന് ഒരുക്കി. എന്നാൽ പുരോഹിതനായ സാദോക്ക്, പ്രവാചകനായ നാഥാൻ, ബെനിയാവ്, ദാവീദിൻ്റെ വിശ്വസ്ത യോദ്ധാക്കൾ തുടങ്ങിയ പ്രമുഖ വ്യക്തികൾ അയാളെ പിന്തുണച്ചില്ല. അയാൾ മനഃപൂർവ്വം സോളമനെ ഒഴിവാക്കുകയും ചെയ്തു. അയാളുടെ ഈ ശ്രമം ദൈവിക പദ്ധതി അനുസരിച്ചായിരുന്നില്ല, മറിച്ച് വ്യക്തിപരമായ അധികാര മോഹത്തിൽ അധിഷ്ഠിതമായിരുന്നു. ഈ അപകടം തിരിച്ചറിഞ്ഞ നാഥാൻ പ്രവാചകൻ വിവരം ദാവീദ് രാജാവിനെ അറിയിക്കാൻ ബത്ശേബയെ ഉപദേശിച്ചു. സോളമൻ രാജാവാകുമെന്ന് തനിക്ക് നൽകിയ വാഗ്ദാനം ബത്ശേബ ആദരവോടെ ദാവീദിനെ അനുസ്മരിപ്പിക്കുകയും സോളമൻ്റെ ജീവൻ അപകടത്തിലാണെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. നാഥാൻ അപ്പോൾ അവിടെ വന്ന് അവളുടെ വാക്കുകൾ ശരിവെച്ചു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 1-ാം അധ്യായം 11 മുതൽ 27 വരെ വാക്യങ്ങൾ. ദാവീദ് ഉടൻ തന്നെ നടപടിയെടുത്തു. സോളമൻ രാജാവാകുമെന്ന് പ്രഖ്യാപിച്ച അദ്ദേഹം അവനെ തൻ്റെ രാജകീയ കോവർ കഴുതപ്പുറത്ത് ഇരുത്തി ഗീഹോനിലേക്ക് അയച്ചു. അവിടെ വെച്ച് സാദോക്കും നാഥാനും സോളമനെ പരസ്യമായി അഭിഷേകം ചെയ്തു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 1-ാം അധ്യായം 32 മുതൽ 35 വരെ വാക്യങ്ങൾ. സോളമൻ രാജാവ് വാഴട്ടെ എന്ന് ആർപ്പ് വിളിച്ചുകൊണ്ട് ജനം സന്തോഷിച്ചു. അതോടെ അദോനിയായുടെ പദ്ധതി പരാജയപ്പെട്ടു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 1-ാം അധ്യായം 39 മുതൽ 40 വരെ വാക്യങ്ങൾ. വിരുന്ന് കഴിഞ്ഞ് നിൽക്കുമ്പോൾ നഗരത്തിലെ ആഘോഷാരവം അദോനിയായും അതിഥികളും കേട്ടു. ദാവീദ് രാജാവ് സോളമനെ രാജാവാക്കിയെന്നും ഗീഹോനിൽ വലിയ സന്തോഷത്തോടെ അവനെ അഭിഷേകം ചെയ്തുവെന്നും യോനാഥാൻ വന്ന് അവരെ അറിയിച്ചു. ഇതുകൊണ്ട് അദോനിയായുടെ പിന്തുണക്കാർ ഭയപ്പെടുകയും തങ്ങളുടെ പദ്ധതി പരാജയപ്പെട്ടുവെന്ന് മനസ്സിലാക്കി അവിടെ നിന്ന് പിന്തിരിഞ്ഞ് രക്ഷപ്പെടുകയും ചെയ്തു. അദോനിയ ഭയന്നോടി ബലിപീഠത്തിൻ്റെ കൊമ്പുകളിൽ പിടിച്ചുകൊണ്ട് കരുണയ്ക്കായി അപേക്ഷിച്ചു. വിശ്വസ്തനായി തുടരുകയാണെങ്കിൽ അവൻ്റെ ജീവൻ സംരക്ഷിക്കുമെന്ന് സോളമൻ പറഞ്ഞു. തുടർന്ന് അദോനിയായെ സോളമൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. അവൻ രാജാവിനെ വണങ്ങുകയും സോളമൻ അവനെ സുരക്ഷിതനായി വീട്ടിലേക്ക് അയക്കുകയും ചെയ്തു. അധികാരമോഹത്തിലൂടെയല്ല, മറിച്ച് വിശ്വാസത്തിലൂടെയും അനുസരണത്തിലൂടെയുമാണ് ദൈവത്തിൻ്റെ പദ്ധതി പൂർത്തിയാക്കപ്പെടുന്നത് എന്ന് ഈ സംഭവം കാണിക്കുന്നു. സോളമൻ സ്വയം സിംഹാസനം തേടിപ്പോയില്ല, മറിച്ച് ദൈവഹിതമനുസരിച്ച് അത് സ്വീകരിക്കുകയായിരുന്നു. രാജാവ് എന്ന നിലയിൽ അദോനിയായുടെ ജീവൻ രക്ഷിച്ചതിലൂടെ അദ്ദേഹം കരുണ പ്രകടിപ്പിച്ചു. യഥാർത്ഥ നേതൃത്വം വിനയത്തിലും ദൈവത്തോടുള്ള അനുസരണത്തിലും മറ്റുള്ളവരോടുള്ള കാരുണ്യത്തിലും വേരുന്നതാണെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സോളമൻ ദാവീദ് നൽകിയ അന്ത്യ നിർദ്ദേശം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 11 വരെ വാക്യങ്ങൾ. ദാവീദിൻ്റെ ജീവിതം അവസാനിക്കാറായപ്പോൾ ഒരു സ്നേഹനിധിയായ പിതാവിൻ്റെ കരുതലോടും ഒരു രാജാവിൻ്റെ ഉത്തരവാദിത്വത്തോടും കൂടി അദ്ദേഹം സോളമനോട് സംസാരിച്ചു. ശക്തനായിരിക്കാനും ദൈവത്തോട് വിശ്വസ്തത പുലർത്താനും അവിടുത്തെ കൽപ്പനകൾ പാലിക്കാനും അദ്ദേഹം തൻ്റെ മകനെ പ്രോത്സാഹിപ്പിച്ചു. യഥാർത്ഥ വിജയം അനുസരണത്തിൽ നിന്നാണ് വരുന്നത് എന്ന് അദ്ദേഹം അവനെ ഓർമ്മിപ്പിച്ചു. വിശ്വസ്തർക്ക് പ്രതിഫലം നൽകാനും കുറ്റക്കാർക്ക് നീതിപൂർവ്വ ശിക്ഷ നൽകാനും അദ്ദേഹം സോളമനെ ഉപദേശിച്ചു. വ്യക്തവും അർത്ഥവത്തുമായ ഈ നിർദ്ദേശങ്ങൾ നൽകിയ ശേഷം ദാവീദ് അന്തരിച്ചു. തൻ്റെ രാജ്യം അദ്ദേഹം മകനെ ഭരമേൽപ്പിച്ചു.
ദൈവഹിതം പിന്തുടരുന്നതിലാണ് വിജയം കുടികൊള്ളുന്നത് എന്ന് ഈ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പിതാവായ ദൈവത്തെ പൂർണ്ണമായി അനുസരിച്ച ക്രിസ്തു എന്ന നിത്യരാജാവിലേക്കാണ് ദാവീദിൻ്റെ വാക്കുകൾ വിരൽ ചൂണ്ടുന്നത്. രാജ്യം സ്ഥാപിതമാകുന്നു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 2-ാം അധ്യായം 12 മുതൽ 46 വരെ വാക്യങ്ങൾ. ദാവീദിൻ്റെ മരണശേഷം സമാധാനത്തിന് ഭീഷണി ആവുന്നവരോട് വിവേകപൂർവ്വം ഇടപഴകിക്കൊണ്ട് സോളമൻ തൻ്റെ രാജ്യം ഭദ്രമാക്കി. മുൻപ് രാജാവാകാൻ ശ്രമിച്ച അദോനിയ ദാവീദിനെ വാർദ്ധക്യത്തിൽ ശുശ്രൂഷിച്ചിരുന്ന അബീശാഗിനെ വിവാഹം ചെയ്യുവാൻ ബത്ശേബ വഴി അനുവാദം ചോദിച്ചുകൊണ്ട് തൻ്റെ അധികാരമോഹം വീണ്ടും വെളിപ്പെടുത്തി. ബാഹ്യമായി ഇതൊരു സാധാരണ അഭ്യർത്ഥനയായി തോന്നിയെങ്കിലും രാജകീയ ആചാരപ്രകാരം ഇത് സിംഹാസനത്തിന്മേലുള്ള അവകാശവാദമാണെന്ന് സോളമൻ തിരിച്ചറിഞ്ഞു. അതിനാൽ അദോനിയായുടെ നീക്കം അപകടകരമാണെന്ന് വിലയിരുത്തിയ അദ്ദേഹം അവനെ വധിക്കാൻ ഉത്തരവിട്ടു. അദോനിയായെ പിന്തുണച്ച പുരോഹിതനായ അബിയാതർ വധശിക്ഷയ്ക്ക് അർഹനായിരുന്നെങ്കിലും ദാവീദിനോട് മുമ്പ് പുലർത്തിയ വിശ്വസ്തതയും ഉടമ്പടി പേടകം വഹിച്ചതിലെ പങ്കും പരിഗണിച്ച് സോളമൻ അവനെ വധിച്ചില്ല. എങ്കിലും അദ്ദേഹത്തെ പുരോഹിത സ്ഥാനത്ത് നിന്ന് നീക്കി തൻ്റെ ജന്മനാടായ അനാത്തോത്തിലേക്ക് നാടുകടത്തി. ഏലിയായുടെ വംശത്തെക്കുറിച്ച് ഷീലോയിൽ വെച്ച് കർത്താവ് അരുൾ ചെയ്ത വചനം ഇപ്രകാരം അബിയാഥറിലൂടെ സഫലമായി. സാമുവേൽ 1-ാം പുസ്തകം 2-ാം അധ്യായം 27 മുതൽ 36 വരെ വാക്യങ്ങൾ. അദോനിയായെ പിന്തുണയ്ക്കുകയും മുൻകാലങ്ങളിൽ നിരപരാധികളെ വധിക്കുകയും ചെയ്ത സൈന്യാധിപനായ യോവാബ് ശിക്ഷ ഭയന്ന് കർത്താവിൻ്റെ കൂടാരത്തിൽ ബലിപീഠത്തിൻ്റെ കൊമ്പുകളിൽ പിടിച്ചുകൊണ്ട് അഭയം തേടി. എന്നാൽ അകാരണമായി രക്തം ചിന്തിയവർക്ക് ബലിപീഠം സംരക്ഷണമല്ലെന്ന് സോളമൻ പ്രഖ്യാപിച്ചു. നീതി നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി സോളമൻ്റെ ഉത്തരവിൻ പ്രകാരം ബെനയാവ് അവിടെ വെച്ച് യോവാബിനെ വധിച്ചു. ഇതോടെ നിരപരാധികളുടെ രക്തം ചിന്തിയതിൻ്റെ കുറ്റത്തിൽ നിന്ന് ദാവീദിൻ്റെ ഭവനത്തെ സോളമൻ മുക്തമാക്കി. മുൻപ് ദാവീദിനെ ശപിച്ച ശിമേയിയോട് സോളമൻ ആദ്യം കരുണ കാണിച്ചു. ജെറുസലേം വിട്ടുപോകരുതേ എന്ന വ്യക്തമായ നിബന്ധനയോടെ സോളമൻ അവനെ ജീവിക്കാൻ അനുവദിച്ചു. ശിമേയി ഇത് സമ്മതിച്ചെങ്കിലും പിന്നീട് ആ കൽപ്പന ലംഘിച്ചതിനാൽ അവൻ ശിക്ഷിക്കപ്പെട്ടു. ഈ നടപടികളിലൂടെ സോളമൻ എതിർപ്പുകളെ ഇല്ലാതാക്കുകയും കരുണയും നീതിയും സന്തുലിതമാക്കുകയും രാജ്യത്തിന് സുസ്ഥിരത കൈവരിക്കുകയും ചെയ്തു. വിവേകത്തോടും ഉത്തരവാദിത്വത്തോടും കൂടി പ്രവർത്തിച്ചതിനാൽ അദ്ദേഹത്തിൻ്റെ ഭരണം സുസ്ഥിരമായി. അടുത്തതായി ബത്ശേബയും സോളമനെ പറ്റി നോക്കാം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 2-ാം അധ്യായം 13 മുതൽ 25 വരെ വാക്യങ്ങൾ. സോളമൻ്റെ മാതാവായ ബത്ശേബ രാജകൊട്ടാരത്തിൽ ഏറെ ബഹുമാനിക്കപ്പെട്ടിരുന്നു. അദോനിയ തൻ്റെ അപേക്ഷയുമായി അവളെ സമീപിച്ചപ്പോൾ അത് രാജാവിന് മുമ്പിൽ അവതരിപ്പിക്കാൻ അവൾ സമ്മതിച്ചു. ബത്ശേബ സോളമൻ്റെ സന്നിധിയിൽ പ്രവേശിച്ചപ്പോൾ രാജാവ് എഴുന്നേറ്റ് വന്ന് അവളെ വന്ദിക്കുകയും തൻ്റെ വലതുഭാഗത്ത് അവൾക്കായി ഒരു സിംഹാസനം ഒരുക്കുകയും ചെയ്തു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 2-ാം അധ്യായം 19-ാം വാക്യം. സാധാരണയായി ഒരു രാജാവ് മറ്റൊരാളുടെ മുൻപിൽ വണങ്ങാറില്ല എന്നതുകൊണ്ട് തന്നെ ഇത് അവൾക്ക് നൽകപ്പെട്ട വലിയ ബഹുമതിയെ സൂചിപ്പിക്കുന്നു. അമ്മയെ ചോദിച്ചുകൊള്ളുക, ഞാൻ അത് നിരസിക്കുകയില്ല എന്ന് സോളമൻ പറഞ്ഞത് രാജാവിനോട് മധ്യസ്ഥത വഹിക്കുവാനുള്ള അവളുടെ പ്രത്യേക സ്വാതന്ത്ര്യത്തെയും അവകാശത്തെയുമാണ് കാണിക്കുന്നത്. ഈ ബന്ധം ആഴമേറിയ ഒരു ആത്മീയ യാഥാർത്ഥ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. ഇസ്രായേലിൽ രാജമാതാവിന് വലിയ സ്ഥാനമുണ്ടായിരുന്നു. അവൾക്ക് രാജാവിനോട് അപേക്ഷകൾ സമർപ്പിക്കാമായിരുന്നു. സമാന രീതിയിൽ യഥാർത്ഥ രാജാവായ യേശുവിൻ്റെ മാതാവ് എന്ന നിലയിൽ പരിശുദ്ധ കന്യകാമറിയത്തിന് അവിടുത്തെ രാജ്യത്തിൽ സവിശേഷ സ്ഥാനമുണ്ട്. ബത്ശേബ സോളമനെ സമീപിച്ചതുപോലെ മറിയം തൻ്റെ പുത്രൻ്റെ മുൻപിൽ നമുക്കായി മധ്യസ്ഥത വഹിക്കുന്നു. സോളമനേക്കാൾ വലിയവനായ യേശു സ്നേഹപൂർവ്വം അത് ശ്രമിക്കുന്നു. മറിയത്തിൻ്റെ ഈ ദൗത്യം അവളുടെ മാഹാത്മ്യത്തെയും വിശ്വാസികൾക്ക് വേണ്ടിയുള്ള മധ്യസ്ഥതയെയും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ജ്ഞാനത്തിനായുള്ള പ്രാർത്ഥന. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 15 വരെ വാക്യങ്ങൾ. ഭരണാരംഭത്തിൽ ഈജിപ്തിലെ ഫറവോൻ്റെ മകളെ വിവാഹം ചെയ്തുകൊണ്ട് സോളമൻ ഒരു രാഷ്ട്രീയ സഖ്യം രൂപീകരിച്ച് തൻ്റെ രാജ്യം ശക്തിപ്പെടുത്തി. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യം. രാജ്യങ്ങൾ തമ്മിലുള്ള സമാധാനവും സുസ്ഥിരതയും ഉറപ്പാക്കാൻ അക്കാലത്ത് ഇത്തരം സഖ്യങ്ങൾ പതിവായിരുന്നു. അന്ന് ജെറുസലേം ദേവാലയം പണിയപ്പെട്ടിട്ടില്ലാതിരുന്നതിനാൽ ജനങ്ങൾ വിവിധ മലകളിൽ ബലികൾ അർപ്പിച്ചിരുന്നു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 3-ാം അധ്യായം 2-ാം വാക്യം. മുൻകാല സമാഗമ കൂടാരത്തോടും വെങ്കല ബലിപീഠത്തോടും ബന്ധപ്പെട്ടിരുന്നതിനാൽ ഗിബിയോൺ ആയിരുന്നു ഇതിൽ ഏറ്റവും പ്രധാന സ്ഥലം. ദിനവൃത്താന്തം 2-ാം പുസ്തകം 1-ാം അധ്യായം 3 മുതൽ 6 വരെ വാക്യങ്ങൾ. ഇതൊരു വിശുദ്ധ ആരാധനാ സ്ഥലമാണെന്ന് തിരിച്ചറിഞ്ഞ സോളമൻ
കർത്താവിന് ബലിയർപ്പിക്കാൻ ഗിബിയോനിലേക്ക് പോയി. അവിടെ അദ്ദേഹം 1000 ഹോമബലികൾ അർപ്പിച്ചുകൊണ്ട് തൻ്റെ അഗാധ ഭക്തി പ്രകടിപ്പിച്ചു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 3-ാം അധ്യായം 4-ാം വാക്യം. അത് തൻ്റെ ഭരണത്തിൻ്റെ ആരംഭത്തിൽ ദൈവത്തോടുള്ള ബഹുമാനവും നന്ദിയും സമർപ്പണവും പ്രകടിപ്പിക്കുവാനുള്ള അസാധാരണമായ ഒരു ആരാധനാ രീതിയായിരുന്നു. ബൈബിൾ പാരമ്പര്യത്തിൽ ഹോമബലികൾ ദൈവത്തോടുള്ള പൂർണ്ണ സമർപ്പണത്തെ സൂചിപ്പിക്കുന്നു. പൂർണ്ണ ഹൃദയത്തോടുള്ള സോളമൻ്റെ ഈ ബലി കർത്താവിനെ പ്രസാദിപ്പിച്ചു. അന്ന് രാത്രി സ്വപ്നത്തിൽ ദൈവം സോളമന് പ്രത്യക്ഷപ്പെടുകയും ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളാൻ അനുവദിക്കുകയും ചെയ്തു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 3-ാം അധ്യായം 5-ാം വാക്യം. ഇപ്രകാരം സോളമൻ്റെ ആത്മാർത്ഥമായ ആരാധന ദൈവവുമായുള്ള ആഴമേറിയ കൂടിക്കാഴ്ചയ്ക്ക് വഴിയൊരുക്കി. സോളമൻ എന്തും ചോദിക്കാവുന്ന വലിയൊരു കൃപയുടെ നിമിഷമായിരുന്നു അത്. തൻ്റെ മറുപടിയിൽ സോളമൻ വിനയവും ഉത്തരവാദിത്വ ബോധവും പ്രകടിപ്പിച്ചു. തൻ്റെ പിതാവായ ദാവീദിനോട് ദൈവം കാണിച്ച കാരുണ്യത്തെ അദ്ദേഹം സ്മരിക്കുകയും ഇത്രയും വലിയൊരു ജനതയെ ഭരിക്കാൻ താൻ കേവലം ഒരു ബാലനാണെന്നും തനിക്ക് അനുഭവ പരിചയമില്ലെന്നും അദ്ദേഹം ഏറ്റുപറഞ്ഞു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 3-ാം അധ്യായം 6-7 വാക്യങ്ങൾ. ദീർഘായുസോ സമ്പത്തോ ശത്രുക്കളുടെ മേൽ വിജയമോ ചോദിക്കുന്നതിന് പകരം സോളമൻ ഇപ്രകാരം പ്രാർത്ഥിച്ചു: നന്മയും തിന്മയും വിവേചിച്ചറിഞ്ഞ് അങ്ങയുടെ ജനത്തെ ഭരിക്കാൻ പോരുന്ന വിവേകം ഈ ദാസന് നൽകിയാലും. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 3-ാം അധ്യായം 9-ാം വാക്യം. സ്വന്തം ലാഭത്തിനല്ല, മറിച്ച് ദൈവത്തെ സേവിക്കാനും അവിടുത്തെ ജനത്തെ വിശ്വസ്തയോടെ നയിക്കുവാനുമാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. ഈ അപേക്ഷ കർത്താവിന് പ്രീതികരമായി. സ്വാർത്ഥമായ കാര്യങ്ങൾക്ക് പകരം സോളമൻ ജ്ഞാനം ആവശ്യപ്പെട്ടതിനാൽ മുൻപോ പിൻപോ ആർക്കും ഇല്ലാത്ത വിധം വിവേകമുള്ള ഹൃദയം ദൈവം അദ്ദേഹത്തിന് നൽകി. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 3-ാം അധ്യായം 10 മുതൽ 12 വരെ വാക്യങ്ങൾ. കൂടാതെ അദ്ദേഹം ചോദിക്കാത്ത സമ്പത്തും ബഹുമതിയും മഹത്വവും ജീവിതകാലം മുഴുവനും അദ്ദേഹത്തിന് നൽകാമെന്നും ദൈവം വാഗ്ദാനം ചെയ്തു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 3-ാം അധ്യായം 13-ാം വാക്യം. ദൈവം ഒരു നിബന്ധന കൂടി നൽകി. സോളമൻ ദൈവത്തിൻ്റെ വഴികളിലൂടെ നടക്കുകയും കൽപ്പനകൾ പാലിക്കുകയും ചെയ്താൽ അദ്ദേഹത്തിന് ദീർഘായുസ് ലഭിക്കും. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 3-ാം അധ്യായം 14-ാം വാക്യം. ഉണർന്നപ്പോൾ ഇതൊരു സാധാരണ സ്വപ്നമല്ല, ദൈവവുമായുള്ള യഥാർത്ഥ കൂടിക്കാഴ്ചയായിരുന്നുവെന്ന് സോളമൻ തിരിച്ചറിഞ്ഞു. അദ്ദേഹം ജെറുസലമിലേക്ക് മടങ്ങുകയും ഉടമ്പടി പേടകത്തിന് മുൻപിൽ നിന്ന് കൃതജ്ഞതാ ബലികൾ അർപ്പിക്കുകയും തൻ്റെ സേവകർക്കായി വിരുന്നൊരുക്കുകയും ചെയ്തു. 1 രാജാക്കന്മാർ 3:15. ഇത് ദൈവാനുഗ്രഹങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ നന്ദിയും അംഗീകാരവും കാണിക്കുന്നു. യഹൂദ വീക്ഷണത്തിൽ യഥാർത്ഥ ജ്ഞാനം ആരംഭിക്കുന്നത് വിനയത്തിൽ നിന്നും ദൈവത്തോടുള്ള ഭക്തിയിൽ നിന്നുമാണെന്ന് ഈ ഭാഗം അടിവരയിടുന്നു. മാനുഷിക ശക്തിയേക്കാൾ ദൈവിക മാർഗനിർദ്ദേശങ്ങളിൽ ആശ്രയിക്കുന്ന ഒരു രാജാവിൻ്റെ മാതൃകയാണ് സോളമൻ്റേത്. അധികാരത്തിന് പകരം നീതിയും വിവേകവും തേടുന്ന ഭരണാധികാരികൾക്ക് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന ഒരു മാതൃകയാണ്. നന്മയും തിന്മയും തിരിച്ചറിയുക എന്നതിലൂടെ ജ്ഞാനം ദൈവഭയത്തിൽ അധിഷ്ഠിതമാണെന്ന ബൈബിൾ തത്വം ഇവിടെ വ്യക്തമാക്കുന്നു. സുഭാഷിതങ്ങൾ 9:10. കത്തോലിക്ക വീക്ഷണത്തിൽ ജ്ഞാനം ദൈവകൃപയുടെ ദാനമാണെന്ന് ഈ നിമിഷം വെളിപ്പെടുത്തുന്നു. ലൗകിക വിജയത്തേക്കാൾ ആത്മീയ ദാനങ്ങൾക്കാണ് വില എന്ന് സോളമൻ്റെ തിരഞ്ഞെടുപ്പ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നന്മയ്ക്കും ദൈവഹിതത്തിനും ഉചിതമായത് നാം ചോദിക്കുമ്പോൾ നമ്മുടെ പ്രതീക്ഷകൾക്കും അപ്പുറമായി ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു. ദൈവിക ജ്ഞാനത്തിൻ്റെ പൂർണ്ണതയായ ക്രിസ്തുവിനെ ഈ ഭാഗം മുൻകൂട്ടി കാണിക്കുന്നു. കൊറിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 24-ാം വാക്യം. തൻ്റെ ജ്ഞാനത്തെ നയിക്കാൻ സോളമൻ ജ്ഞാനം അപേക്ഷിച്ചതുപോലെ യേശു ദൈവിക സത്യത്തിലൂടെയും സ്നേഹത്തിലൂടെയും തൻ്റെ ജനത്തെ പൂർണ്ണമായി നയിക്കുന്നു. ജ്ഞാനത്തിൻ്റെ വെളിപ്പെടുത്തൽ. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 3-ാം അധ്യായം 16 മുതൽ 28 വരെ വാക്യങ്ങൾ. ജ്ഞാനം വരദാനമായി ലഭിച്ചതിന് തൊട്ടു പിന്നാലെ നീതിപൂർവം വിധി പ്രസ്താവിക്കാനുള്ള തൻ്റെ കഴിവിനെ പരീക്ഷിക്കുന്ന ക്ലേശകരമായ ഒരു കേസ് സോളമൻ്റെ മുമ്പിലെത്തി. ഒരേ കുട്ടിയുടെ അമ്മമാരെന്ന് അവകാശപ്പെട്ട് 2 സ്ത്രീകൾ അദ്ദേഹത്തെ സമീപിച്ചു. അവർ ഒരേ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. 2 പേർക്കും ഓരോ ആൺകുട്ടികൾ ജനിച്ചു. രാത്രിയിൽ ഒരു കുട്ടി മരിക്കുകയും മരിച്ച കുട്ടിയുടെ അമ്മ മറ്റേ സ്ത്രീ ഉറങ്ങിക്കിടക്കുമ്പോൾ രഹസ്യമായി തൻ്റെ ജീവനുള്ള കുഞ്ഞിന് പകരം വയ്ക്കുകയും ചെയ്തു. 1 രാജാക്കന്മാർ 3-ാം അധ്യായം 16 മുതൽ 19 വരെ വാക്യങ്ങൾ. രാവിലെ ഉണർന്നപ്പോൾ തൻ്റെ അരികിലുള്ളത് സ്വന്തം കുഞ്ഞല്ലെന്ന് യഥാർത്ഥ മാതാവ് തിരിച്ചറിഞ്ഞു. ഇതേ ചൊല്ലി ആ സ്ത്രീകൾ തമ്മിൽ തർക്കമുണ്ടായി. സാക്ഷികൾ ആരുമില്ലാതിരുന്നതിനാൽ സാധാരണ രീതിയിൽ ആ പ്രശ്നം പരിഹരിക്കുക പ്രയാസമായി.
ജീവനുള്ള കുട്ടി തൻ്റേതാണെന്ന് ഓരോ സ്ത്രീയും ഉറപ്പിച്ചു പറഞ്ഞു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 3-ാം അധ്യായം 22-ാം വാക്യം. അവർ ഈ കേസ് സോളമൻ രാജാവിന് മുമ്പിൽ കൊണ്ടുവന്നു. കാര്യങ്ങൾ ശ്രദ്ധാപൂർവം കേട്ട സോളമന് തെളിവുകൾ കൊണ്ട് മാത്രം സത്യം കണ്ടെത്താനാവില്ലെന്ന് മനസ്സിലായി. അതിനാൽ യഥാർത്ഥ മാതാവിൻ്റെ ഹൃദയവികാരം പുറത്തു കൊണ്ടുവരുന്ന ഒരു പരീക്ഷണത്തിലൂടെ സത്യം വെളിപ്പെടുത്താൻ അദ്ദേഹം തീരുമാനിച്ചു. ഒരു വാൾ കൊണ്ടുവരാൻ അദ്ദേഹം ഉത്തരവിട്ടു. ജീവനുള്ള കുട്ടിയെ 2ആയി വെട്ടി പകുതി വീതം 2 സ്ത്രീകൾക്ക് നൽകാൻ അദ്ദേഹം വിധിച്ചു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 3-ാം അധ്യായം 24-25 വാക്യങ്ങൾ. ആ നിമിഷം യഥാർത്ഥ മാതാവിൻ്റെ അന്തരംഗം തൻ്റെ കുഞ്ഞിനോടുള്ള കരുണയാൽ നിറഞ്ഞു. തൻ്റെ മകൻ കൊല്ലപ്പെടുന്നതിനേക്കാൾ നല്ലത് അവനെ മറ്റേ സ്ത്രീക്ക് നൽകുന്നതാണെന്ന് അവൾ രാജാവിനോട് ഉണർത്തിച്ചു. എന്നാൽ 2ാമത്തെ സ്ത്രീ ആകട്ടെ കുഞ്ഞിൻ്റെ ജീവൻ ഒട്ടും ആശങ്കയില്ലാതെ അവനെ വിഭജിക്കാൻ സമ്മതിച്ചു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 3-ാം അധ്യായം 26-ാം വാക്യം. ഇതിൽ നിന്ന് സോളമൻ യഥാർത്ഥ മാതാവിനെ തിരിച്ചറിഞ്ഞു. കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവനെ വിട്ടുകൊടുക്കാൻ തയ്യാറായ സ്ത്രീക്ക് തന്നെ കുഞ്ഞിനെ നൽകണമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. 1 രാജാക്കന്മാർ 3:27. ഈ ജ്ഞാനപൂർവകമായ വിധിയിലൂടെ നീതി നടപ്പാക്കുകയും സത്യം വെളിപ്പെടുകയും ചെയ്തു. ഈ വിധിന്യായത്തെക്കുറിച്ച് കേട്ടപ്പോൾ ഇസ്രായേൽ മുഴുവൻ രാജാവിനെ ഭയഭക്തിയോടെ നോക്കി. വിവേകത്തോടും നീതിയോടും കൂടി ഭരിക്കുവാൻ പ്രാപ്തനാക്കുന്ന ദൈവത്തിൻ്റെ ജ്ഞാനം അദ്ദേഹത്തിനുണ്ടെന്ന് അവർ തിരിച്ചറിഞ്ഞു. രാജാക്കന്മാർ 1-ാം പുസ്തകം 3-ാം അധ്യായം 28-ാം വാക്യം. യഹൂദ വീക്ഷണത്തിൽ യഥാർത്ഥ ജ്ഞാനം എന്നത് കേവലം അറിവ് മാത്രമല്ല, മറിച്ച് മനുഷ്യ ഹൃദയത്തെ തിരിച്ചറിയാനുള്ള കഴിവ് കൂടിയാണെന്ന് ഈ സംഭവം തെളിയിക്കുന്നു. തൻ്റെ പരസ്യ ജീവിതകാലത്ത് യേശുക്രിസ്തു പ്രകടിപ്പിച്ച ഇതിലും വലിയ ജ്ഞാനത്തിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. മാനുഷിക യുക്തി കൊണ്ട് മാത്രം പരിഹരിക്കാൻ കഴിയാത്ത പ്രയാസകരമായ സാഹചര്യങ്ങളെ യേശുവും നേരിട്ടിരുന്നു. ഉദാഹരണത്തിന്, ഈശോയെ കെണിയിൽപ്പെടുത്താൻ സീസറിന് നികുതി നൽകുന്നതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവിടുന്ന് വിവേകത്തോടെ മറുപടി നൽകി. സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 21-ാം വാക്യം. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ നിയമജ്ഞർ കൊണ്ടുവന്നപ്പോൾ ആഴമേറിയ ഉൾക്കാഴ്ചയോടെ അവിടുന്ന് പ്രതികരിച്ചു. നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ. യോഹന്നാൻ 8-ാം അധ്യായം 7-ാം വാക്യം. ഇത് നീതിയും കരുണയും ഒരുപോലെ വെളിപ്പെടുത്തി. ഇത്തരം അനേകം നിമിഷങ്ങളിൽ സോളമനേക്കാൾ വലിയ ജ്ഞാനം യേശു പ്രകടിപ്പിച്ചു. കാരണം അവിടുന്ന് മനുഷ്യഹൃദയങ്ങളെ മനസ്സിലാക്കുക മാത്രമല്ല, ദൈവത്തിൻ്റെ സത്യവും കരുണയും പൂർണ്ണമായി വെളിപ്പെടുത്തുകയും ചെയ്തു. സോളമൻ്റെ ഭരണ സംവിധാനം. രാജാക്കന്മാർ 1-ാം പുസ്തകം 4-ാം അധ്യായം 1 മുതൽ 25 വരെ വാക്യങ്ങൾ. സോളമൻ തൻ്റെ രാജ്യത്തെ ജ്ഞാനത്തോടും കാര്യക്ഷമതയോടും കൂടി ക്രമീകരിച്ചു. ഇത് ഇസ്രായേലിനെ സമാധാനത്തിൻ്റെയും സമൃദ്ധിയുടെയും കാലഘട്ടത്തിലേക്ക് നയിച്ചു. തൻ്റെ അധികാരം ഉറപ്പിക്കുകയും ജ്ഞാനം വെളിപ്പെടുത്തുകയും ചെയ്ത ശേഷം സോളമൻ രാജ്യത്തിൻ്റെ ഭരണം വ്യവസ്ഥാപിത രീതിയിൽ ക്രമീകരിച്ചു. രാഷ്ട്ര ഭരണത്തിൽ സഹായിക്കുന്നതിനായി അദ്ദേഹം പ്രധാന ഉദ്യോഗസ്ഥന്മാരായി പുരോഹിതർ, കാര്യവിചാരകർ, നടപടി എഴുത്തുകാർ, സൈന്യാധിപർ, മേൽവിചാരകർ, സൈനിക നേതാക്കൾ, കൊട്ടാര വിചാരിപ്പുകാർ എന്നിവരെ നിയമിച്ചു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 4-ാം അധ്യായം 1 മുതൽ 6 വരെ വാക്യങ്ങൾ. ഓരോ വ്യക്തിക്കും കൃത്യമായ ചുമതലകൾ ഉണ്ടായിരുന്നു. ഇത് രാജ്യത്തിൻ്റെ കാര്യങ്ങൾ ശരിയായും കാര്യക്ഷമമായി നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കി. സോളമൻ ഇസ്രായേൽ ദേശത്തെ 12 ഭരണപ്രദേശങ്ങളായി വിഭജിച്ചു. ഓരോ ജില്ലയ്ക്കും ഓരോ ഉദ്യോഗസ്ഥനെ വീതം നിയമിച്ചു. വർഷത്തിൽ ഓരോ മാസവും രാജകൊട്ടാരത്തിന് ആവശ്യമായ സാധനങ്ങൾ എത്തിക്കാനുള്ള ഉത്തരവാദിത്വം ഇവർക്കായിരുന്നു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 4-ാം അധ്യായം 7 മുതൽ 19 വരെ വാക്യങ്ങൾ. രാജസദസ്സിനെ പരിപാലിക്കുന്നതിനുള്ള ഭാരം എല്ലാ പ്രദേശങ്ങൾക്കും തുല്യമായി പങ്കിട്ടതിലൂടെ ഇത് നീതിയും സന്തുലിതാവസ്ഥയും ഉറപ്പാക്കി. ഈ സുശക്ത സംവിധാനത്തിലൂടെ രാജ്യം സുഗമമായി പ്രവർത്തിച്ചു. യൂദായിലെയും ഇസ്രായേലിലെയും ജനങ്ങൾ സുരക്ഷിതത്വത്തിലും സ്ഥിരതയിലും സന്തോഷത്തോടെ ജീവിച്ചു. ജനങ്ങൾ അവർ തിന്നും കുടിച്ചും ഉല്ലാസഭരിതരായി കഴിഞ്ഞുവെന്ന് ബൈബിൾ വിവരിക്കുന്നു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 4-ാം അധ്യായം 20-ാം വാക്യം. സമൃദ്ധിയുടെയും സംതൃപ്തിയുടെയും പ്രതീകമായി ഓരോരുത്തരും അവരവരുടെ മുന്തിരിവള്ളിയുടെയും അത്തിവൃക്ഷത്തിൻ്റെയും തണലിൽ സുരക്ഷിതരായി വസിച്ചു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 4-ാം അധ്യായം 25-ാം വാക്യം. സോളമൻ്റെ ഭരണം വിശാലമായ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുകയും അയൽ രാജ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ അധികാരത്തെ ബഹുമാനിക്കുകയും ചെയ്തു. ചുറ്റിലും സമാധാനം നിലനിന്നിരുന്നതിനാൽ ജനങ്ങൾക്ക് ഭയമില്ലാതെ ജീവിക്കാനും ആരാധനയിലും ദൈനംദിന കാര്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സാധിച്ചു. ക്രമം, ഉത്തരവാദിത്വം, ജ്ഞാനപൂർവകമായ ഭരണം എന്നിവയുടെ പ്രാധാന്യത്തെയാണ് ഈ ഭരണ സംവിധാനം പ്രതിഫലിപ്പിക്കുന്നത്. ചുമതലകൾ നീതിപൂർവ്വം പങ്കുവയ്ക്കപ്പെടുന്നുവെന്നും
ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നുവെന്നും ഒരു നല്ല ഭരണാധികാരി ഉറപ്പാക്കുന്നു. ദൈവഹിതമനുസരിച്ച് നേതൃത്വം പ്രവർത്തിക്കുമ്പോൾ രാജ്യത്തിനുണ്ടാകാവുന്ന സമാധാനവും സമൃദ്ധിയും ദൈവാനുഗ്രഹത്തിൻ്റെ അടയാളമായി കാണപ്പെടുന്നു. നേതൃത്വം ജ്ഞാനത്തിലും നീതിയിലും അധിഷ്ഠിതമായി നയിക്കപ്പെടുമ്പോൾ അത് മുഴുവൻ സമൂഹത്തിനും ഐക്യവും സ്ഥിരതയും അനുഗ്രഹവും നൽകുമെന്ന് സോളമൻ്റെ ഭരണ സംവിധാനം കാണിച്ചു തരുന്നു. സോളമൻ്റെ ജ്ഞാനവും പ്രശസ്തിയും. 1 രാജാക്കന്മാർ 4:29 മുതൽ 34 വരെയും 10-ാം അധ്യായം 1 മുതൽ 13 വരെയും വാക്യങ്ങൾ. ദൈവം സോളമന് അളവറ്റ ജ്ഞാനവും ഉൾക്കാഴ്ചയും കടൽ തീരം പോലെ വിശാലമായ ഹൃദയവും പ്രദാനം ചെയ്തു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 4-ാം അധ്യായം 29-ാം വാക്യം. അദ്ദേഹത്തിൻ്റെ ജ്ഞാനം ഭരണകാര്യങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ അറിവിൻ്റെയും പഠനത്തിൻ്റെയും വിവിധ മേഖലകളിലേക്ക് വ്യാപിച്ചു. കിഴക്കുള്ളവരുടെയും ഈജിപ്തുകാരുടെയും പ്രസിദ്ധരായ ജ്ഞാനികളെക്കാൾ അദ്ദേഹം തൻ്റെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ജ്ഞാനിയായി മാറി. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 4-ാം അധ്യായം 30-31 വാക്യങ്ങൾ. പഠിപ്പിക്കലുകളിലൂടെയും എഴുത്തുകളിലൂടെയും സോളമൻ തൻ്റെ ജ്ഞാനം പ്രകടിപ്പിച്ചു. അദ്ദേഹം 3000 സുഭാഷിതങ്ങളും 1005 ഗീതങ്ങളും രചിച്ചു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 4-ാം അധ്യായം 32-ാം വാക്യം. ജ്ഞാനത്തോടും നീതിയോടും കൂടി ജീവിക്കുവാൻ ഈ വചനങ്ങൾ ജനങ്ങളെ സഹായിച്ചു. ഈ പഠിപ്പിക്കലുകളിൽ പലതും ബൈബിളിലെ സുഭാഷിത പുസ്തകവും മറ്റ് ജ്ഞാനസാഹിത്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മാനവകാര്യങ്ങൾക്കപ്പുറം പ്രകൃതി ലോകത്തേക്കും അദ്ദേഹത്തിൻ്റെ അറിവ് വ്യാപിച്ചിരുന്നു. ലെബനോനിലെ ദേവദാരു മുതൽ ചുവരിൽ മുളയ്ക്കുന്ന ഈസോപ്പ് വരെ സസ്യങ്ങളെക്കുറിച്ചും മൃഗങ്ങൾ, പക്ഷികൾ, ഇഴജന്തുക്കൾ, മത്സ്യങ്ങൾ എന്നിവയെക്കുറിച്ചും അദ്ദേഹം പഠിപ്പിച്ചു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 4-ാം അധ്യായം 33-ാം വാക്യം. ദൈവത്തിൻ്റെ സൃഷ്ടികളിലെ ക്രമവും സൗന്ദര്യവും തിരിച്ചറിയുന്ന തരത്തിൽ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള വലിയൊരു അവഗാഹം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് ഇത് കാണിക്കുന്നു. ഈ അസാധാരണ ജ്ഞാനം കാരണം പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ സോളമനെ ശ്രവിക്കാനെത്തി. രാജാക്കന്മാരും ഭരണാധികാരികളും അദ്ദേഹത്തിൻ്റെ പഠിപ്പിക്കലുകൾ നിരീക്ഷിക്കുവാൻ പ്രതിനിധികളെ അയച്ചു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 4-ാം അധ്യായം 34-ാം വാക്യം. അദ്ദേഹത്തിൻ്റെ പ്രശസ്തി നാടെങ്ങും പടരുകയും അതിനാൽ തന്നെ അയൽ രാജ്യങ്ങൾക്കിടയിൽ ഇസ്രായേലിന് വലിയ ആദരവും അംഗീകാരവും ലഭിക്കുകയും ചെയ്തു. സോളമൻ്റെ ജ്ഞാനത്തിൻ്റെ ലോകവ്യാപകമായ അംഗീകാരത്തിന് ഉത്തമ ഉദാഹരണമാണ് ഷീബയിലെ രാജ്ഞിയുടെ സന്ദർശനം. സോളമൻ്റെ ജ്ഞാനത്തെയും രാജ്യത്തിൻ്റെ മഹിമയെയും കുറിച്ച് കേട്ട അവർ സുഗന്ധവ്യഞ്ജനങ്ങളും സ്വർണവും വിലയേറിയ രത്നങ്ങളുമായി ദൂരദേശത്ത് നിന്ന് വലിയൊരു സംഘത്തോടൊപ്പം എത്തി. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 10-ാം അധ്യായം 1-2 വാക്യങ്ങൾ. അദ്ദേഹത്തിൻ്റെ അത്ഭുതസിദ്ധി കാണാൻ മാത്രമല്ല, കഠിന ചോദ്യങ്ങളിലൂടെ അദ്ദേഹത്തെ പരീക്ഷിക്കാനുമാണ് അവർ വന്നത്. സോളമൻ അവരുടെ എല്ലാ ചോദ്യങ്ങൾക്കും വ്യക്തമായി ജ്ഞാനത്തോടെ മറുപടി നൽകി. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 10-ാം അധ്യായം 3-ാം വാക്യം. അദ്ദേഹത്തിൻ്റെ ജ്ഞാനം മാത്രമല്ല, കൊട്ടാരത്തിലെ ക്രമവും രാജ്യത്തിൻ്റെ ഐശ്വര്യവും കർത്താവിന് അർപ്പിക്കുന്ന ആരാധനയും രാജ്ഞിയെ അത്യധികം ആകർഷിച്ചു. സോളമനെക്കുറിച്ച് താൻ കേട്ടിരുന്ന റിപ്പോർട്ടുകൾ അദ്ദേഹത്തിൻ്റെ മഹത്വത്തിൻ്റെ പകുതി പോലും വെളിപ്പെടുത്തിയിരുന്നില്ല എന്ന് അവർ ആശ്ചര്യത്തോടെ പറഞ്ഞു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 10-ാം അധ്യായം 7-ാം വാക്യം. സോളമൻ്റെ ജ്ഞാനം ദൈവത്തിൻ്റെ ദാനമാണെന്ന് തിരിച്ചറിഞ്ഞ അവർ അദ്ദേഹത്തെ രാജാവായി വാഴിച്ച് കർത്താവിനെ സ്തുതിച്ചു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 10-ാം അധ്യായം 9-ാം വാക്യം. ഇസ്രായേലിന് ലഭിച്ച ദൈവാനുഗ്രഹങ്ങൾ എങ്ങനെ മറ്റു ജനതകൾക്ക് സാക്ഷ്യമായി മാറിയെന്ന് ഈ കൂടിക്കാഴ്ച കാണിക്കുന്നു. ദൈവിക ജ്ഞാനത്തിൻ്റെ പൂർണ്ണതയായ യേശുക്രിസ്തുവിലേക്കാണ് സോളമൻ്റെ ജ്ഞാനം അന്തിമമായി വിരൽ ചൂണ്ടുന്നത്. സോളമൻ്റെ ജ്ഞാനം ഷീബയിലെ രാജ്ഞിയെപ്പോലെയുള്ളവരെ ദൂരദേശങ്ങളിൽ നിന്നും ആകർഷിച്ചപ്പോൾ ഇതാ ഇവിടെ സോളമനേക്കാൾ വലിയവനെന്ന് യേശു തന്നെ വെളിപ്പെടുത്തി. മത്തായി 12:42 വാക്യം. നിത്യ സത്യത്തിൻ്റെയും രക്ഷയുടെയും ഉറവിടമെന്ന നിലയിൽ ക്രിസ്തു സകല ജനങ്ങളെയും തന്നിലേക്ക് ആകർഷിക്കുന്നു. രക്ഷാകര ചരിത്രവുമായുള്ള ബന്ധം. ഇസ്രായേലിൽ സമാധാനവും ക്രമവും സമൃദ്ധിയും കൊണ്ടുവന്ന ജ്ഞാനിയായ സോളമൻ രാജാവ് ജ്ഞാനത്തിൻ്റെയും സമാധാനത്തിൻ്റെയും യഥാർത്ഥ രാജാവായ യേശു ക്രിസ്തുവിൻ്റെ മുൻനിഴലാണ്. നീതിയിലും ഐക്യത്തിലും ദൈവഭയത്തിലും അധിഷ്ഠിതമായ അദ്ദേഹത്തിൻ്റെ ഭരണം ക്രിസ്തു പിന്നീട് സ്ഥാപിക്കാനിരുന്ന പൂർണ്ണമായ ദൈവരാജ്യത്തിൻ്റെ പ്രതിഫലനമാണ്. സോളമൻ്റെ കീഴിൽ ഇസ്രായേൽ അനുഭവിച്ച സുസ്ഥിരതയും ബഹുമതിയും ക്രിസ്തുവിലൂടെ ലഭിക്കുന്ന അഗാധവും ശാശ്വതവുമായ സമാധാനത്തിലേക്ക് വിരൽ ചൂടുന്നു. സോളമൻ്റെ ജ്ഞാനം കേൾക്കാൻ ഷീബയിലെ രാജ്ഞിയെപ്പോലെ ദൂരദേശങ്ങളിൽ നിന്നും ആളുകൾ എത്തിയപ്പോൾ ക്രിസ്തു സകല ജനങ്ങളെയും തന്നിലേക്ക് ആകർഷിക്കുന്നത് കേവലം ലൗകിക ജ്ഞാനത്തിലേക്കല്ല, മറിച്ച് നിത്യ ജീവനിലേക്കാണ്. ഈ ലോകത്തിൽ നന്നായി ജീവിക്കാനുള്ള ജ്ഞാനമാണ് സോളമൻ പഠിപ്പിച്ചത് എങ്കിൽ യേശു ദൈവിക സത്യത്തിൻ്റെ പൂർണ്ണത വെളിപ്പെടുത്തുകയും നമ്മെ രക്ഷയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ഇപ്രകാരം സോളമൻ്റെ ജീവിതവും ഭരണവും
ദൈവത്തിൻ്റെ ക്രമാനുഗതമായ രക്ഷാപദ്ധതിയുടെ ഭാഗമാണ്. അദ്ദേഹത്തിൻ്റെ ജ്ഞാനവും രാജപദവിയും മഹത്വവും ക്രിസ്തുവിനായി വഴിയൊരുക്കുന്ന അടയാളങ്ങളാണ്. സോളമൻ പ്രതിദാനം ചെയ്തതെല്ലാം യേശുവിൽ പൂർണ്ണമായി നിറവേറ്റപ്പെടുന്നു. അവിടുന്നാണ് നിത്യരാജാവും സമാധാന പ്രഭുവും എന്നേക്കും വാഴുന്ന ദൈവത്തിൻ്റെ യഥാർത്ഥ ജ്ഞാനവും. ഇനി നമുക്കുള്ള സന്ദേശങ്ങൾ നോക്കാം. സോളമൻ്റെ ജീവിതത്തെയും ഭരണത്തിൻ്റെ പ്രാരംഭഘട്ടത്തെയും അടിസ്ഥാനമാക്കിയാണ് ഈ സന്ദേശങ്ങൾ. 1. സ്വന്തം താല്പര്യങ്ങളിലല്ല ദൈവത്തിൻ്റെ പദ്ധതിയിൽ വിശ്വസിക്കുക. പിന്തുണയ്ക്കുന്നവരെ കൂട്ടി വിരുന്നൊരുക്കി രാജാവാകാൻ അദോനിയ ശ്രമിച്ചു. 1 രാജാക്കന്മാർ 1-ാം അധ്യായം 5 മുതൽ 10 വരെ വാക്യങ്ങൾ. എന്നാൽ ദൈവം തിരഞ്ഞെടുത്ത സോളമനിലൂടെയാണ് അവിടുത്തെ പദ്ധതി പൂർത്തിയായത്. സ്വന്തം പദ്ധതികൾക്കായി വാശി പിടിക്കുന്നതിലല്ല, മറിച്ച് ദൈവഹിതത്തിൽ വിശ്വസിക്കുന്നതിലാണ് വിജയം എന്ന് ഇത് നമ്മെ പഠിപ്പിക്കുന്നു. ജീവിതത്തിൽ പെട്ടെന്നുള്ള ഫലങ്ങൾക്കും അംഗീകാരത്തിനുമായി നാം ആഗ്രഹിച്ചേക്കാം. എന്നാൽ വിശ്വാസത്തോടെ ദൈവത്തിനായി കാത്തിരിക്കുകയും അവിടുത്തെ വഴി പിന്തുടരാനും നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. 2. എല്ലാറ്റിനും ഉപരിയായി ദൈവത്തിൻ്റെ ജ്ഞാനം തേടണം. ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളാൻ ദൈവം അനുവദിച്ചപ്പോൾ സോളമൻ സമ്പത്തോ അധികാരമോ അല്ല, മറിച്ച് ജനത്തെ ഭരിക്കാൻ പോരുന്ന വിവേകമാണ് ചോദിച്ചത്. ഇത് കർത്താവിനെ പ്രസാദിപ്പിക്കുകയും ജ്ഞാനത്തോടൊപ്പം മറ്റ് അനുഗ്രഹങ്ങൾ നൽകുകയും ചെയ്തു. 1 രാജാക്കന്മാർ 3-ാം അധ്യായം 10 മുതൽ 13 വരെ വാക്യങ്ങൾ. ദൈനംദിന ജീവിതത്തിൽ നല്ല തീരുമാനങ്ങൾ എടുക്കാനും മറ്റുള്ളവരെ മനസ്സിലാക്കാനും ദൈവസത്യം അനുസരിച്ച് ജീവിക്കാനും നാം ജ്ഞാനത്തിനായി പ്രാർത്ഥിക്കണം. 3. യഥാർത്ഥ നേതൃത്വത്തിന് വിനയവും അനുസരണവും ആവശ്യമാണ്. സോളമൻ സിംഹാസനത്തിനായി പോരാടിയില്ല, മറിച്ച് ദൈവഹിതമനുസരിച്ച് അത് സ്വീകരിച്ചു. തൻ്റെ ബലഹീനത തിരിച്ചറിഞ്ഞ അദ്ദേഹം ദൈവത്തിൽ ആശ്രയിച്ചു. നേതൃത്വം എന്നത് അധികാരത്തോടോ അഭിമാനത്തോടോ ബന്ധപ്പെട്ടതല്ല, മറിച്ച് വിനയം, സേവനം, അനുസരണം എന്നിവയെക്കുറിച്ചാണ്. കുടുംബത്തിലോ സഭയിലോ സമൂഹത്തിലോ ആയാലും മാതൃകയായും ദൈവത്തോടുള്ള വിശ്വസ്തയോടെയും നയിക്കുവാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. 4. നീതിയും കരുണയും സന്തുലിതമാക്കണം. സോളമൻ നീതിയും കരുണയും ഒരുപോലെ കാണിച്ചു. യോവാബിൻ്റെയും അദോനിയായുടെയും കാര്യത്തിൽ തെറ്റുകൾക്ക് അദ്ദേഹം ശിക്ഷ നൽകി. എന്നാൽ അദോനിയായോട് ആദ്യം കരുണ കാണിക്കുകയും ചെയ്തു. നാം നീതിനിഷ്ഠരും ഉത്തരവാദിത്വമുള്ളവരുമായിരിക്കണം. അതോടൊപ്പം തന്നെ കാരുണ്യമുള്ളവരും ആയിരിക്കണമെന്ന് ഇത് പഠിപ്പിക്കുന്നു. തെറ്റുകൾ തിരുത്തുമ്പോൾ തന്നെ ബന്ധങ്ങളിൽ ക്ഷമയും സഹിഷ്ണുതയും നാം കാണിക്കണം. 5. ആത്മീയ മാർഗനിർദ്ദേശങ്ങളെ ബഹുമാനിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുക. നാഥാൻ പ്രവാചകൻ, ബത്ശീബ, ദാവീദ് എന്നിവർ നിർണായക നിമിഷങ്ങളിൽ സോളമനെ നിയമിക്കുകയും നയിക്കുന്നതിലും പ്രധാന പങ്ക് വഹിച്ചു. അവരുടെ ജ്ഞാനം ദൈവത്തിൻ്റെ പദ്ധതി പിന്തുടരാൻ അദ്ദേഹത്തെ സഹായിച്ചു. നമ്മുടെ ജീവിതത്തിൽ മാതാപിതാക്കൾ, മുതിർന്നവർ, വൈദികർ, ആത്മീയ ഗുരുക്കന്മാർ എന്നിവരിലൂടെ ദൈവം നമ്മെ നയിക്കുന്നു. വിനയത്തോടെ അവരുടെ അനുഭവം കേൾക്കാനും പഠിക്കാനും നാം തയ്യാറാകണം. 6. ദൈവത്തിൻ്റെ ദാനങ്ങൾ അവിടുത്തെ മഹത്വത്തിനായി ഉപയോഗിക്കണം. സോളമൻ്റെ ജ്ഞാനം അദ്ദേഹത്തിന് വേണ്ടി മാത്രമുള്ളതായിരുന്നില്ല, അത് ദൈവത്തിന് മഹത്വം കൊണ്ടുവരികയും അനേകം ജനതകളെ ആകർഷിക്കുകയും ചെയ്തു. അതുപോലെ നമുക്കുള്ള കഴിവുകൾ, അറിവ്, വിഭവങ്ങൾ എന്നിവ സ്വന്തം ലാഭത്തിനായിട്ടല്ല, മറിച്ച് മറ്റുള്ളവരെ സേവിക്കാനും ദൈവത്തെ മഹത്വപ്പെടുത്താനും ഉപയോഗിക്കണം. 7. യഥാർത്ഥ സമാധാനം നീതിപൂർവമായ ജീവിതത്തിൽ നിന്നാണ് വരുന്നത്. സോളമൻ്റെ ഭരണകാലത്ത് രാജ്യം ജ്ഞാനത്താലും നീതിയാലും നയിക്കപ്പെട്ടതിനാൽ ജനസമാധാനത്തിലും സുരക്ഷിതത്വത്തിലും കഴിഞ്ഞു. യഥാർത്ഥ സമാധാനം പ്രശ്നങ്ങളുടെ അഭാവമല്ല, മറിച്ച് ദിവ്യ വഴികളിലൂടെ ജീവിക്കുന്നതിൻ്റെ ഫലമാണെന്ന് ഇത് കാണിക്കുന്നു. നാം ദൈവത്തെ അനുഗമിക്കുകയും നീതിപൂർവം ജീവിക്കുകയും അവിടുത്തെ പരിപാലനയിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ ശാശ്വത സമാധാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, വിനയവും വിവേകവുമുള്ള ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അങ്ങയുടെ ജ്ഞാനം തേടാനും അങ്ങയുടെ കൽപ്പനകളിൽ വിശ്വസ്തരായിരിക്കാനും ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ ദാനങ്ങളും അങ്ങയുടെ മഹത്വത്തിനായി ഉപയോഗിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. നീതിയോടും കാരുണ്യത്തോടും അങ്ങയുടെ പദ്ധതിയിലുള്ള വിശ്വാസത്തോടും കൂടി ജീവിക്കാൻ ഞങ്ങളെ നയിക്കണമേ. ആമേൻ.